ഏത് ബാധ വന്നാലും കോഴിക്ക് കിടക്കപ്രതിയില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. കാരണം ബാധ ഏത് വാങ്ങിക്കോട്ടെ, അറുകൊല, പിശാച്, മാടൻ, ചുടലമാടൻ, നെരിപ്പോട് മാടൻ, പിള്ളതീനിക്കാളി, ഇതുപോലെ എന്ത് ഉപദ്രവമൊക്കെ ആയിക്കഴിഞ്ഞാലും കോഴിയെ അറുത്താണ് ബലി കൊടുത്ത് ഇതിനെ ശാന്തമാക്കുന്നത്. അങ്ങനെയാണ് ഏത് ബാധ വന്നാലും കോഴിക്ക് കിടക്കപ്രതിയില്ല എന്നൊരു പേര് വന്നു. ബാധ ഏതായാലും കോഴിയെ വെട്ടും. ഇതുപോലെ ഈ ലോകത്ത് എവിടെ എന്ത് കുഴപ്പമുണ്ടായി കഴിഞ്ഞാലും ഹിന്ദുവിന് കിടക്കപ്രതി ഉണ്ടാവില്ല. അങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ അട്ടിമറിയോ തട്ടിമറിയോ ഒക്കെ നടന്നു. കൊല്ലുന്നതാരെയാണ്? ഹിന്ദുക്കളെയാണ്. തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. ഇസ്കോണിൻ്റെ ക്ഷേത്രം തകർക്കുന്നു, കാളി ക്ഷേത്രം തകർക്കുന്നു. അവിടെ 22% മറ്റോ ഉണ്ടായിരുന്ന ഹിന്ദു ഇപ്പോൾ കുറഞ്ഞ് 6-7% ഉള്ളൂ. അപ്പോൾ അതിനെ തന്നെ ഇപ്പോൾ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കവിടെ ബംഗ്ലാദേശിൻ്റെ ചരിത്രം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ചരിത്രം പറയാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാടൊക്കെ ഉണ്ട്. ഏതായാലും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് പാകിസ്ഥാനിലെ പോലെ ബംഗ്ലാദേശിലും ഒരു ചടങ്ങാണ്, പതിവാണ്. ബംഗ്ലാദേശ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭാരതത്തിൻ്റെ ഒരു സൗഹൃദ രാജ്യം ഒന്നുമല്ല. ഭാരതത്തോട് സൗഹൃദം ഉണ്ടായിരുന്ന ഏക സ്ത്രീ ഈ ഷേഖ് ഹസീനയായിരുന്നു. ബാക്കി മുഴുവൻ ഭാരതത്തിന് എതിരായിരുന്നു. ഈ നുഴഞ്ഞുകയറ്റക്കാരും കുത്തിത്തിരിപ്പുകാരും എല്ലാവരും റോഹിംഗ്യകളും ഇതൊക്കെ ചേർന്നതാണ് ബംഗ്ലാദേശ്. ഇത് ഈ കൊലപാതകം മറ്റേ ഗസായിലോ മറ്റോ അല്ലെങ്കിൽ റഫ, ഖാൻ യൂനിസ് എന്നൊക്കെ പറഞ്ഞ് വായിക്കൊള്ളാത്ത പേരുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഇത് നടക്കുമ്പോൾ ഇവിടെ വലിയ ജാഥയും കച്ചറയൊക്കെ ഉണ്ടാകും. ബംഗ്ലാദേശിൽ ഇത് നടക്കുമ്പോൾ ആരുമില്ല പറയാൻ. ആ ഹിന്ദുക്കൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഇതിനകത്ത് വെട്ടിലായി പോയത് നമ്മളുടെ മമതാ ബാനർജിയാണ്. മമതാ ബാനർജി തകിടം പറഞ്ഞുണ്ടോ. ഇന്നലെ രാത്രി മമതാ ബാനർജി പറഞ്ഞു, ആരും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അപവാദങ്ങൾ പരത്തരുത്, ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് കൂടെ നിൽക്കും. എന്താ പെട്ടെന്ന് ചേച്ചിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിനോടൊരു സ്നേഹം? കാരണം ചേച്ചി നോക്കിക്കഴിഞ്ഞപ്പോൾ ചേച്ചിയല്ല ദീദിയെ പിരിച്ചുവിടാൻ പറ്റിയ സമയമാണിപ്പോൾ. മോദിയും 386 വകുപ്പ് വെച്ച് പിരിച്ചു. കാരണം ദീദി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്താ? ഇങ്ങോട്ട് വാടാ മക്കളെ, കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ 500 ഗേറ്റ് തുറന്ന് കയറി വാടാ മക്കളെ എന്നൊക്കെ പറയുന്നുമില്ല. അതുപോലെ കയറി വാടാ, ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നതാ എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ബംഗ്ലാദേശിൽ കലാപം തുടങ്ങിയപ്പോൾ തന്നെ ഈ കൊച്ചമ്മ ഗേറ്റ് തുറന്നിട്ടു, കയറി വാടാ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നോക്കിയപ്പോൾ സംഗതി വിഷമാണ്. ഒന്ന് പിരിച്ചുവിടൽ ഭീഷണി, ഇപ്പുറത്ത് ഇപ്പോൾ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഒരു കോടതി പോലും ഇടപെടില്ല ഇവരെ കയറ്റി കൊണ്ടുവരാനാണെങ്കിൽ. ഇനി കയറി വരാൻ പോകുന്നത് അപ്രോക്സിമേറ്റ്ലി 1 കോടി ഹിന്ദുക്കളാണ്. 1 കോടി ഹിന്ദുക്കൾ. ഈ ഹിന്ദുക്കൾ വന്നു കഴിഞ്ഞാൽ ഈ ദീദി ഉണ്ടാക്കി വെച്ച ഈ വോട്ട് കച്ചവടത്തിൻ്റെ ഫോർമുല ഉണ്ടല്ലോ, അത് അടപടലം തകർന്നു പോകും. ഇതാണ് ദീദിയുടെ പേടി. ഇനി പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം കുറഞ്ഞത് 1-1.25 കോടി ഹിന്ദുക്കൾ, അവർക്ക് വേറെ പോകാൻ സ്ഥലമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും. അവർക്ക് ഈ റോഹിംഗ്യയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റില്ല. റോഹിംഗ്യയ്ക്ക് വേറെ സ്ഥലം ഉണ്ടായിട്ടും ഇവിടെ വന്നേ അവൻ താമസിക്കുള്ളൂ എന്ന് അവന് വാശി. ഇവൻ നിസ്സഹായനായിട്ട് ഓടി വരുന്നവനാണ്. അവന് പൗരത്വം കൊടുക്കരുത്, ഇവന് കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ആൻറ്റി CAA ലഹള നടന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹിന്ദുക്കളെല്ലാം കൂടെ ഇപ്പുറത്തേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ അവർക്ക് അഭയം കൊടുക്കണം. മാത്രമല്ല അവരുടെ വോട്ട് ദീദിക്ക് കിട്ടാനും പോകുന്നില്ല. കാരണം അവർ നല്ല ഒന്നാന്തരം മുസ്ലിം വിരുദ്ധരാണ്. ബംഗ്ലാദേശിൻ്റെ അതിക്രമം ഇന്ത്യയിലേക്ക് വ്യാപിക്കാതിരിക്കണമെങ്കിൽ ഞാൻ മിനിമം പറയുന്ന കാര്യം, ബംഗ്ലാദേശിൽ നിന്ന് ഓടി വരുന്ന ഹിന്ദുവിന് താമസിക്കാൻ സ്ഥലം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, കയ്യിലൊരു തോക്കും വെച്ച് കൊടുക്കുക. കാരണം നമുക്ക് ഈ അതിർത്തിയിൽ മൊത്തം പട്ടാളക്കാരെ നിർത്താൻ പറ്റുമോ? പക്ഷേ ഇവർ നിൽക്കും. കാരണം സർവ്വവും നഷ്ടപ്പെട്ടു വരുന്നവരാണ്. മുകളിൽ ആകാശം, താഴെ ഭൂമി, കയ്യിൽ തോക്ക്. ഇതുമായിട്ട് ഒരു ഹിന്ദു അതിർത്തിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണം പിന്നെ ഇങ്ങോട്ട് കടക്കില്ല. അവർക്കറിയാം ആരൊക്കെയാണ് കുഴപ്പക്കാരൻ, ഏതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി, അത് ഇത് ചപ്പ് ചവറൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അവരനുഭവിച്ചിട്ട് ഓടി വരികയല്ലേ ഊരും വാരി പിടിച്ച്. അവരുടെ കയ്യിൽ വേണം തോക്ക് കൊടുക്കാം. ആയുധം, അതാണ് ഞാൻ പറയുന്നത്. അവരെ ആയുധം കൊടുത്തിട്ട് അവർക്ക് അഭയവും കൊടുക്കുക, ആയുധവും കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, സംരക്ഷിക്കുക.
ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ അതിർത്തി സംരക്ഷിക്കാൻ സാധ്യമുള്ളൂ. വെരി ഡിഫിക്കൽട്ട് ടെറൈനാണ്. അവിടെ എല്ലാ സ്ഥലത്തും മതിലും വേലിയും ഒന്നും കെട്ടാൻ പറ്റില്ല. ആവുന്നത്രയൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പോരാ. വളരെ ദീർഘമായ ബോർഡറാണ് നമ്മളും ബംഗ്ലാദേശും തമ്മിൽ. അത് മുഴുവൻ സീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോൺസിക്വൻസസ്, ഈ ഭവിഷ്യത്ത് മുൻകൂട്ടി കണ്ടിട്ടാണ് ദീദി ചുവട് മാറിയത് എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ദീദിക്ക് ഹരം കയറാൻ വലിയ താമസമൊന്നും വേണ്ട. കാരണം അഭയാർത്ഥി പ്രവാഹം എങ്ങനെയുണ്ട് എന്ന് നോക്കും. അതിൽ ഹിന്ദുക്കൾ എത്ര, മുസ്ലിങ്ങൾ എത്ര എന്ന് നോക്കും. കഴിയാവുന്നതും മുസ്ലിങ്ങളെ കയറ്റിയിട്ട് ഹിന്ദുക്കളെ കയറ്റാതെ അതങ്ങ് തീർന്നു പോകുന്ന പോട്ടെ, അപ്പുറത്ത് തന്നെ എന്നൊക്കെ വിചാരിച്ച് കളിക്കും. ഈ കളി നടക്കാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ബോർഡറുണ്ടല്ലോ, ആ ബോർഡറിൽ നിന്ന് 50 കിലോമീറ്റർ വരെ മിലിറ്ററിക്ക് ആരുടെയും അനുവാദം കൂടാതെ ഇടപെടാം. 50 കിലോമീറ്റേഴ്സ്. ഇപ്പോൾ കേരളത്തിൻ്റെ ബോർഡറിൽ 50 കിലോമീറ്റർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കേരളമായിപ്പോൾ ചില സ്ഥലത്തൊക്കെ. കാരണം കേരളത്തിൻ്റെ വീതി, ഏറ്റവും കുറഞ്ഞ വീതി 35 കിലോമീറ്ററാണ്. അപ്പോൾ 50 കിലോമീറ്റർ പട്ടാളത്തിന് കൊടുക്കുന്നു ഞാൻ, വേറെ 15 കിലോമീറ്റർ വേറെ അന്വേഷിച്ച് കടലിലോ എല്ലാം കൊടുക്കേണ്ടി വരും. ആ അവസ്ഥയാണ് കേരളത്തിൻ്റെ. കേരളത്തിലതില്ല. അത് ഡെസിഗ്നേറ്റഡ് പാർട്സിലാണ്. മിക്കവാറും വടക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ 50 കിലോമീറ്ററിൻ്റെ പരിധി വരെ പട്ടാളത്തിന് ഈ അവകാശമുണ്ട്. പലപ്പോഴും അത് വിനിയോഗിക്കാറൊന്നുമില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഫ്രീ ആണ്, ആര് ചോദിക്കാൻ, ഇത് കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് പാകിസ്ഥാൻ. അങ്ങനെയൊന്നുമല്ല. 50 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ പട്ടാളത്തിൻ്റെ നിരീക്ഷണത്തിലാവും നിങ്ങൾ. ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലായി. എറണാകുളത്തുള്ളവർക്ക് പിന്നെയും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐലൻഡിൽ ഒരു ഇപ്പോൾ ഏകദേശം 1 വർഷമാകുന്നു, പെട്ടെന്ന് ഐലൻഡിൽ നേവിയുടെ ഇൻസ്റ്റലേഷൻ്റെ മതിൽ, ആ മതിൽ പ്രത്യേകതരം നോട്ടീസ് പ്രത്യക്ഷപ്പെടുന്നു. നേവി എഴുതി വച്ചിരിക്കുന്നു, തോക്കുമായിട്ടുള്ള ഭടന്മാർ കാവലുണ്ട്, ഏത് നിമിഷവും വെടിവെച്ചേക്കാം. ഇതാണ് സാധാരണ. എന്താ ഇത് ഈ മതിൽ കടക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യും, തേങ്ങ ചെയ്യും, മാങ്ങ ചെയ്യും എന്നൊക്കെയല്ലേ പറയും. വെടിവെക്കും എന്ന് എറണാകുളത്ത് ഐലൻഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിറ തോക്കുമായിട്ടാണ് ആൾ കാവൽ നിൽക്കുന്നത്. ഏത് നിമിഷവും വെടിവെക്കാം, സൂക്ഷിക്കുക, ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എത്രയുണ്ടെന്ന് നോക്കുക, രാജ്യത്തിൻ്റെ പ്രിപ്പറേഷൻ. അതേസമയം ബംഗ്ലാദേശിലെ ഈ അധികാര കൈമാറ്റം അസന്നിഗ്ധമായിട്ട് ഞാൻ പറയാം, അധികാരം ജമായത്തെ ഇസ്ലാമിയുടെ കയ്യിൽ പോയി. ഇവിടുത്തെ ജമായത്തുകാരുടെ തുള്ളിൽ നോക്കിയാൽ മതി. ഇന്ന് ജമായത്തെ ഇസ്ലാമി ഇവിടെ തുള്ളുന്നു ഒന്നും വേണ്ട, മീഡിയ 1 ചാനൽ നോക്കിയാൽ മതി. ഇതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. ബംഗ്ലാദേശിൽ ഈ നടന്ന അധികാര കൈമാറ്റത്തിൻ്റെ ഈ എക് ഹസീന ഥി എന്ന് പറഞ്ഞ പഴയൊരു പാട്ടുണ്ട് മുഹമ്മദ് റഫിയുടെ, ഇല്ലേ? എക് ഹസീന ഥി, അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹസീന ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇനി അവർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 76 വയസ്സായി. ഊർജം വേണ്ടേ, ആരോഗ്യം വേണ്ടേ, ആൾ വേണ്ടേ? അവരുടെ തന്നെ ഒരു ഡിസ്റ്റൻറ്റ് കസിനാണ് ഈ പട്ടാള മേധാവി. അതുകൊണ്ടാണ് ഈ പട്ടാള അട്ടിമറി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും പട്ടാള അട്ടിമറിക്ക് ഒരു അൾട്ടിമേറ്റം കൊടുക്കുന്നതായിട്ട്? 45 മിനിറ്റിനുള്ളിൽ ചേച്ചി സ്ഥലം വിട്ടോളണം, ഞങ്ങൾ അധികാരം ഏറ്റെടുക്കാൻ പോവുകയാണെന്നാണ് ബംഗ്ലാദേശ് പട്ടാളം ഹസീനയോട് പറഞ്ഞത്. ഹസീന 2 വലിയ പെട്ടി, അതിനകത്ത് എന്താണെന്ന് ദൈവത്തിന് അറിയാൻ കേട്ടോ. ഇനി എന്തൊക്കെയാണോ അവരുടെ പ്ലാൻ എന്നറിയില്ല. അവർ ഉരുക്ക് പോലത്തെ ഒരു സ്ത്രീയാണ് അവർ, അപ്പോൾ അടങ്ങുമൊന്നുമില്ല. ഏതായാലും അവർക്ക് വേണ്ട സാധനങ്ങൾ 2 വലിയ പെട്ടിയിലാക്കിയിട്ട് അവർ ഹെലികോപ്റ്ററിലും പിന്നെ ഒരു വിമാനത്തിലും ഒക്കെ ആയിട്ട് ഗാസിയാബാദിൽ വന്നിറങ്ങി ഡൽഹിയിൽ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ഇതാണ് അവരുടെ കഥ. 76-ാം വയസ്സിൽ ഒരു തിരിച്ചുവരവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ചരിത്രത്തിൽ അത് കാണാൻ പ്രയാസമാണ്. പക്ഷേ ഹസീനയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രവചനത്തിന് വരട്ടെ. ഹസീന ചിലപ്പോൾ പട്ടാളവുമായിട്ട് ചേർന്ന് വീണ്ടും, കാരണം ഹസീനയുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ആളാണ് പട്ടാള മേധാവി. അതുകൊണ്ടാണ് ഈ 3/4 മണിക്കൂർ സമയം അവർക്ക് കൊടുത്തത്. ഇപ്പോൾ ഈ പറഞ്ഞ മുഹമ്മദ് യൂനിസിനെയൊക്കെ മുൻനിർത്തി എല്ലാം ഒന്ന് സമാധാനമാക്കി റെഡിയാക്കിയിട്ട് ഈ അമ്മച്ചിയെ പട്ടാളക്കാർ വീണ്ടും തിരിച്ച് വിളിച്ചു കൂടായികയുമില്ല. ബംഗ്ലാദേശാണ്, എന്തും സംഭവിക്കാം. 36 വർഷത്തിനുള്ളിൽ 29 അട്ടിമറി നടത്തിയ ടീമാണത്. അതുകൊണ്ട് എന്തും സംഭവിക്കാം. നമുക്ക് നമ്മുടെ സുരക്ഷ നോക്കുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. താങ്ക് യു.